നമ്മുടെ ഹെലയും വാണ്ടയും തമ്മിൽ ഫൈറ്റ് ചെയ്യത്തിൽ ആരായിരിക്കും ജയിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ക്ലാസിക് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യത്തിൽ ആരായിരിക്കും ജയിക്കുക എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഞാനീ പറഞ്ഞത് എൻ്റെ മാത്രം ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഹെലയുടെ കാര്യം പറയാം. നമ്മുടെ തോറിനെയും അതുപോലെ സ്റ്റോണിലത് താനോസിനെയും ലോക്കിനെയും അവരെ ഡിഫീറ്റ് ചെയ്യാനുള്ള പവേഴ്സ് നമ്മുടെ ഹെലയ്ക്കുണ്ട്. അത് മാത്രമല്ല നമ്മുടെ തോറിനും മിയോൾനിർ വരെ നശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഹെല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഹെല എത്രമാത്രം ഓവർപവറായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അതുമാത്രമല്ല നമ്മുടെ ഹെലയിനെ ഒരു തോറുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തോറിന് പറ്റുന്ന മാക്സിമം ഇടിമിന്നൽ പോലും നമ്മുടെ ഹെലക്കിട്ട് അടിച്ചിട്ട് ഹെലയ്ക്ക് ഒരു പോറൽ പോലും പറ്റില്ല. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാൻ പറ്റും നമ്മുടെ ഹെല എത്രമാത്രം സ്ട്രെങ്ത് ഉള്ളൊരു ക്യാരക്ടറാണ്. ഇനി നമ്മുടെ വാണ്ടയുടെ കാര്യം പറയുമെങ്കിൽ വാണ്ടയുടെ ബോഡി വെച്ച് നോക്കുവാണെങ്കിൽ വാണ്ടയ്ക്ക് അങ്ങനത്തെ പ്രത്യേകിച്ചുള്ള ഹ്യൂമൻ്റെ പോലെ ഇപ്പോൾ തോറിൻ്റെ ഇടിമയിലൊക്കെ അടിക്കുവാണെങ്കിൽ നമ്മുടെ വാണ്ട കരിഞ്ഞു പോകും. അത് ഹ്യൂമൻ്റെ പോലത്തെ ഒരു ശരീരമാണ്. പക്ഷേ പവേഴ്സ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഓവർ പോട്ടുള്ള ക്യാരക്ടറുമാണ്. അപ്പം ഹെലയെ സംബന്ധിച്ച് അങ്ങനെയൊന്നും ഒരു വീക്ക്നെസ്സോ അങ്ങനെയൊന്നും തന്നെയില്ല. പക്ഷേ മറ്റേ വാണ്ടയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് വീക്ക്നെസ്സും ഉണ്ട്. അപ്പം ഇവർ തമ്മിൽ ഫൈറ്റ് കിടക്കുവാണെങ്കിൽ ഹെല മനസ്സിൽ വിചാരിച്ചാൽ തന്നെ നമ്മുടെ വാണ്ട കൊല്ലാൻ പറ്റും. കാരണം വാണ്ടയുടെ ബോഡി ഹ്യൂമനെ പോലെയാണ്. അപ്പോൾ വാണ്ടയുടെ കാര്യം പറഞ്ഞാൽ ഇച്ചിരി ലേറ്റായിട്ടാണ് വാണ്ടയുടെ പവേഴ്സ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ താനോസിനെ ഡിഫീറ്റ് ചെയ്യുന്ന നേരത്ത് താനോസിനെ ഉയർത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് താനോസ് പറയില്ല മദർഷിപ്പിൽ നിന്ന് കുറച്ച് ബുള്ളറ്റ്സ് ഒക്കെ ഇടുമ്പം വാണ്ട ദേഷ്യത്തിൽ നിന്ന് വാണ്ട പോലെ തെറിച്ച് പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹെല അങ്ങനെയല്ല. അപ്പോൾ പെട്ടെന്നൊരു ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെല തന്നെ ജയിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ലേറ്റായിട്ട് ആ ഫൈറ്റ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ വാണ്ട ജയിക്കത്തുള്ളൂ.